നമസ്കാരം. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് ചോദിച്ചാൽ അത് രാഹുൽ ഗാന്ധിയുടെ ജനകീയ സമരങ്ങളോടുള്ള ഐക്യദാർഢ്യമെന്ന് നിസ്സംശയം പറയാം. സോനം വാങ്ചുക്കിന്റെ നിരാഹാര സമരം ഡൽഹിയിൽ നടക്കുമ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവ് എവിടെയായിരുന്നു എന്നത് അന്വേഷിക്കുന്നത് പോലും കൗതുകകരമാണ്. രാജ്യനിർണായകമായ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ യൂറോപ്പിന്റെ തണുപ്പിൽ വിദേശയാത്ര ആസ്വദിക്കുകയായിരുന്നു അദ്ദേഹം. പെട്ടെന്ന് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ അസത്യങ്ങളുടെ വലിയൊരു പരമ്പരയുമായി രാഹുൽ ഗാന്ധി രംഗത്തെത്തി. ഭരണഘടനയും ജനാധിപത്യത്തെയും കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് എത്രത്തോളം കാപട്യം നിറഞ്ഞതാണെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. സോനം വാങ്ചുക്കിന്റെ ആരോഗ്യത്തെക്കുറിച്ച് സർക്കാരിന് കൃത്യമായ ബോധ്യമുണ്ടെന്നും ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയതെന്നും അറിയാമായിരുന്നിട്ടും സർക്കാർ അക്രമം അഴിച്ചുവിട്ടുവെന്ന് ഫേസ്ബുക്കിൽ എഴുതാൻ രാഹുലിന് ലജ്ജ തോന്നുന്നില്ലേ? ഇനിയെങ്കിലും ജനങ്ങൾ മനസ്സിലാക്കണം, രാഹുൽ ഗാന്ധിയുടെ ഈ സന്ദർഭോചിതമായ ഇടപെടലുകൾക്ക് പിന്നിൽ രാജ്യസ്നേഹമല്ല, മറിച്ച് BJP സർക്കാരിനെ കരിവാരിത്തേക്കുക എന്ന ഒരൊറ്റ അജണ്ട മാത്രമാണുള്ളത്. സോനം വാങ്ചുക്ക് 20 ദിവസത്തോളം ജന്തർ മന്ദറിൽ നിരാഹാര സമരം അനുഷ്ഠിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് സുഖലോലുപമായ വിദേശ യാത്രയിലായിരുന്നു എന്നത് വലിയൊരു സത്യമാണ്. ഈ സമരക്കാരന്റെ വേദനയോട് അല്പമെങ്കിലും ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം തന്റെ വിദേശയാത്ര പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ടിട്ട് ദില്ലിയിൽ തിരിച്ചു വരുമായിരുന്നു. എന്നാൽ അത്തരമൊരു ത്യാഗം ചെയ്യാൻ രാഹുൽ ഗാന്ധി തയ്യാറല്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം എന്നത് ഗൗരവകരമായ ഒരു ഉത്തരവാദിത്തമേ അല്ല, സൗകര്യമുള്ളപ്പോൾ മാത്രം ചെയ്യുന്ന ഒരു വിനോദമാണ്. യൂറോപ്യൻ തെരുവുകളിൽ നടക്കുമ്പോൾ ഇന്ത്യയിലെ പൗരൻ നിരാഹാരം കിടക്കുന്നത് അദ്ദേഹത്തിന്റെ അജണ്ടയിൽ പോലും ഇല്ലായിരുന്നു. വാങ്ചുക്കിന്റെ ആരോഗ്യം വഷളായെന്നറിഞ്ഞപ്പോൾ ഒരു രാഷ്ട്രീയ അവസരം കണ്ടതുകൊണ്ട് മാത്രം അദ്ദേഹം പ്രതികരണമായി ഇറങ്ങുകയായിരുന്നു. ഇത് സമരത്തോടുള്ള ആത്മാർത്ഥതയൊന്നുമല്ല, അവസരവാദം എന്ന് വേണം പറയാൻ. ഒരു യഥാർത്ഥ ജനകീയ നേതാവ് തന്റെ ജനങ്ങൾ കഷ്ടപ്പെടുമ്പോൾ അവർക്കൊപ്പം നിൽക്കും. രാഹുൽ ഗാന്ധി ചെയ്യുന്നത് പോലെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് കൈ കഴുകുകയല്ല ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ഇരട്ടത്താപ്പ് ജനങ്ങൾ തിരിച്ചറിയുന്നുമുണ്ട്. രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ശൈലിയിൽ വംശീയതയുടെ അംശമുണ്ടെന്ന കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗിന്റെ ആരോപണം വളരെയധികം ഗൗരവകരമാണ്. നെഹ്റു കുടുംബത്തിൽ പിറന്നവർക്ക് മാത്രമേ ഇന്ത്യ ഭരിക്കാൻ അവകാശമുള്ളൂ എന്ന തെറ്റായ ധാരണയാണ് അദ്ദേഹത്തെ നയിക്കുന്നത്. ഒരു സാധാരണ പശ്ചാത്തലത്തിൽ നിന്ന് ചായക്കച്ചവടക്കാരനിൽ നിന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിലെത്തിയ നരേന്ദ്രമോദിയോടുള്ള അസഹിഷ്ണുതയാണ് രാഹുലിന്റെ വാക്കുകൾ നിഴലിക്കുന്നത്. ഒരു ജനാധിപത്യ രാജ്യത്ത് അധ്വാനത്തിന്റെ കരുത്തിൽ ഉയർന്നു വന്ന ഭരണാധികാരിയെ ഉൾക്കൊള്ളാൻ കഴിയാത്ത പ്രതിപക്ഷ നേതാവിന്റെ മാനസികാവസ്ഥയാണ് ഇവിടെ വെളിപ്പെടുന്നത്. ഇത് ഇന്ത്യയുടെ മതേതരത്വത്തിനും തുല്യതയ്ക്കുമുള്ള അവകാശവാദങ്ങൾക്ക് മുകളിൽ വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു. രാഹുലിന് ഈ അധ്വാനത്തിന്റെ വിലയൊന്നും അറിയില്ല. മോദിയുടെ ഓരോ നേട്ടവും രാഹുലിനെ അസ്വസ്ഥനാക്കുന്നു. ജനാധിപത്യത്തിൽ പാരമ്പര്യമല്ല, കർമ്മമാണ് പ്രധാനം. ഇത് മനസ്സിലാക്കാൻ രാഹുൽ ഗാന്ധിക്ക് ഇനിയും എത്ര ജന്മങ്ങൾ വേണ്ടിവരുമെന്ന് കണ്ടു തന്നെ അറിയണം. അദ്ദേഹത്തിന്റെ അസഹിഷ്ണുതയ്ക്ക് ഇന്ത്യയുടെ വികസന കുതിപ്പിനെ തടയാൻ കഴിയുകയുമില്ല. ദില്ലിയിലെ ജന്തർ മന്ദറിൽ നടന്ന സമരം ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയുള്ളതായിരുന്നു. എന്നാൽ സമരപ്പന്തലിൽ എത്തുന്നതിനേക്കാൾ മുൻഗണന വിദേശ പര്യടനങ്ങൾക്ക് നൽകിയ രാഹുൽ ഗാന്ധി തിരിച്ചെത്തിയ ശേഷം ഉത്തരാഖണ്ഡിലേക്ക് പോയത് ശ്രദ്ധേയമാണ്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് സമരക്കാരോടുള്ള ഐക്യദാർഢ്യത്തെക്കാൾ ഉപരിയായി കേന്ദ്ര സർക്കാരിനെ എങ്ങനെ പ്രതിരോധത്തിലാക്കാമെന്ന ചിന്തയാണ് അദ്ദേഹത്തെ നയിക്കുന്നത് എന്ന് തന്നെയാണ്. BJP ദേശീയ വക്താവ് ഷാനവാസ് ഹുസൈൻ വ്യക്തമാക്കുന്നത് പോലെ ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ഇത്തരം വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് പ്രതിപക്ഷ നേതാവിന് ചേർന്നതല്ല. സമരക്കാരോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ കർമ്മപദത്തിൽ കാണിക്കുകയായിരുന്നു വേണ്ടത്. പകരം സോഷ്യൽ മീഡിയയിലൂടെ വിഷം വമിക്കുന്ന പ്രസ്താവനകൾ ഇറക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. വാങ്ചുക്കിന്റെ സമരത്തിന്റെ ആവശ്യങ്ങളെപ്പറ്റി രാഹുലിന് വല്ലതും അറിയുമോ? അറിയില്ല. അദ്ദേഹം ചെയ്യുന്നത് ഒരു തിരക്കഥയിലെ വില്ലന്റെ വേഷം കെട്ടൽ മാത്രമാണ്. ജനങ്ങളെ വിഡ്ഢികളാക്കാമെന്ന് കരുതുന്ന രാഹുൽ ഗാന്ധിക്ക് കാലം മറുപടി നൽകുക തന്നെ ചെയ്യും. സമരക്കാരന്റെ നിരാഹാരത്തെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്ന ഇത്തരം രീതികൾ ജനാധിപത്യത്തിന്റെ അന്തസ്സ് കെടുത്തുന്നു. BJP സർക്കാർ ജനങ്ങളുടെ പക്ഷത്താണ്, അല്ലാതെ രാഹുലിന്റെ നാടകങ്ങളുടെ ഭാഗത്തല്ല. സോനം വാങ്ചുക്കിന്റെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയത് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ്. സർക്കാർ അദ്ദേഹത്തിന്റെ ആരോഗ്യകാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തുന്നുമുണ്ട്. എന്നാൽ നിയമപരമായ നടപടിക്രമങ്ങളോ പോലും അക്രമമായും കള്ളത്തരമായും ചിത്രീകരിക്കുന്നത് ഉത്തരവാദിത്തമുള്ളൊരു രാഷ്ട്രീയ നേതാവിന് യോജിച്ചതല്ല. ഹൈക്കോടതിയുടെ ഇടപെടലിനെ പോലും ദുർവ്യാഖ്യാനം ചെയ്യുന്നത് ജുഡീഷ്യറിയോടുള്ള അനാദരവാണ്. വാങ്ചുക്കിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സർക്കാർ സംവിധാനങ്ങൾ പൂർണ്ണ സജ്ജമാണ് എന്നിരിക്കെ രാഷ്ട്രീയ ലാഭത്തിനായി ഇതിനെ ഒരു ആയുധമാക്കുന്നത് നിർഭാഗ്യകരമാണ്. രാഹുലിന് നിയമം തനിക്ക് മാത്രം ബാധകമല്ലാത്ത ഒന്നാണെന്നാണ് തോന്നുന്നത്. നിയമത്തെ അനുസരിക്കുന്നതാണ് ജനാധിപത്യത്തിന്റെ മര്യാദ. അത് രാഹുൽ ഗാന്ധി പഠിക്കേണ്ടിയിരിക്കുന്നു. അഹിംസയെക്കുറിച്ച് വാചാലനാകുന്ന രാഹുൽ ഗാന്ധിയുടെ പാർട്ടിക്ക് അത്ര നല്ല ചരിത്രമല്ല ഉള്ളതെന്ന്
JDU MLA ശ്യാം രജക് ഓർമ്മിപ്പിക്കുന്നു. 1974ലെയും ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന്റെയും ചരിത്രം പരിശോധിച്ചാൽ അധികാരം നിലനിർത്താൻ ഏത് അക്രമ രാഷ്ട്രീയവും സ്വീകരിക്കാൻ മടിക്കാത്ത പാർട്ടിയാണ് കോൺഗ്രസ് എന്നത് ബോധ്യപ്പെടും. അന്ന് അധികാരം നിലനിർത്താൻ അക്രമം കൈമുതലാക്കിയവർ ഇന്ന് ജനാധിപത്യപരമായ മാർഗങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന സർക്കാരിനെതിരെ അക്രമകാരികളെന്ന് വിളിക്കുകയാണ് ചെയ്യുന്നത്. ഇത് വലിയൊരു വിരോധാഭാസമാണ്. ചരിത്രം മറന്നു നടത്തുന്ന ഇത്തരം പ്രസ്താവനകൾ ജനങ്ങൾക്കിടയിൽ വിലപ്പോവില്ല എന്ന തിരിച്ചറിവ് പ്രതിപക്ഷത്തിനുണ്ടാകണം. സ്വന്തം ചരിത്രം കരിമഷി പുരട്ടിയവരാണ് മറ്റുള്ളവരുടെ മേൽ കരിവാരിത്തേക്കാൻ ശ്രമിക്കുന്നത്. ജനങ്ങൾക്ക് എല്ലാം അറിയാം. കോൺഗ്രസ് അടിച്ചേൽപ്പിക്കുന്ന അടിയന്തരാവസ്ഥയുടെ പാഠങ്ങളെന്നും ജനങ്ങൾ മറന്നിട്ടുമില്ല. അന്ന് മാധ്യമങ്ങളെ നിശബ്ദരാക്കിയവരാണ് ഇന്ന് ജനാധിപത്യത്തെക്കുറിച്ച് വലിയ പ്രസംഗങ്ങൾ നടത്തുന്നതെന്നത് തമാശയാണ്. കോൺഗ്രസിന്റെ അഹിംസയുടെ മുഖം മൂടി അഴിഞ്ഞു വീണു കഴിഞ്ഞു. ഇനി ജനങ്ങളെ പറ്റിക്കാനൊന്നും കഴിയില്ല. വിദേശ പര്യടനങ്ങളിൽ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി അധിക്ഷേപിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഒരു പതിവ് രീതിയായി മാറിയിരിക്കുകയാണ്. ഒരു പ്രതിപക്ഷ നേതാവിന് തന്റെ രാജ്യത്തെക്കുറിച്ചും പ്രധാനമന്ത്രിയെക്കുറിച്ചും ക്രിയാത്മകമായ അഭിപ്രായങ്ങളാകാൻ വേണ്ടത്. എന്നാൽ വിദേശ മണ്ണിൽ പോയി രാജ്യത്തെ അപമാനിക്കുന്നത് എന്തുതരം രാഷ്ട്രീയമാണെന്ന് ജനങ്ങൾ ചോദിക്കുകയാണ്. പ്രധാനമന്ത്രിയെയും കേന്ദ്ര സർക്കാരിനെയും അധിക്ഷേപിക്കുന്നത് യഥാർത്ഥത്തിൽ ഇന്ത്യയെ തന്നെയാണ് ലോകവേദികളിൽ ചെറുതാക്കുന്നത്. ഈ തരംതാണ രാഷ്ട്രീയ കളി രാജ്യത്തിന്റെ അന്തസ്സിനെയാണ് ബാധിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ ഉയർത്താൻ പ്രധാനമന്ത്രി ശ്രമിക്കുമ്പോൾ അതിനെ തകർക്കാൻ രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നു. ഇത് ദേശീയ താല്പര്യത്തിന് എതിരാണ്. യഥാർത്ഥത്തിൽ സോനം വാങ്ചുക്കിന്റെ വിഷയത്തിൽ എന്ത് പരിഹാരമാണ് രാഹുൽ ഗാന്ധി നിർദ്ദേശിക്കുന്നത്? വെറും പ്രസ്താവനകളിലൂടെയും ആരോപണങ്ങളിലൂടെയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് പകരം ക്രിയാത്മകമായ ചർച്ചകൾക്ക് വേദിയൊരുക്കുകയാണ് വേണ്ടുന്നത്. എന്നാൽ പ്രതിപക്ഷം ഇന്നും നിഷേധാത്മകമായ സമീപനം തുടരുകയാണ്. വിദേശ യാത്രകൾക്ക് ശേഷം മടങ്ങിയെത്തുന്ന രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് ഈ വിഷയത്തിൽ സർക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല? ചോദ്യങ്ങൾ ചോദിക്കാൻ എളുപ്പമാണ്, എന്നാൽ ഉത്തരവാദിത്തത്തോടെ കാര്യങ്ങളെ നേരിടാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല എന്നത് തന്നെയാണ് വാസ്തവം. സമരം നടക്കുമ്പോൾ എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം മുട്ടുന്ന രാഹുൽ ഇപ്പോൾ മുതലക്കണ്ണീർ ഒഴുക്കുകയാണ്. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഓരോ പൗരന്റെയും ആരോഗ്യവും സുരക്ഷയും പരമപ്രധാനം തന്നെയാണ്. വാങ്ചുക്കിന്റെ ആരോഗ്യകാര്യത്തിൽ കോടതി ഇടപെട്ടപ്പോൾ തന്നെ സർക്കാർ അതിനോട് പൂർണ്ണമായും സഹകരിച്ചു. സർക്കാരിന് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ അതീവ ആശങ്കയും ഉണ്ടായിരുന്നു. രാഷ്ട്രീയ എതിരാളികൾ എന്ത് വിമർശനം ഉന്നയിച്ചാലും ഭരണഘടനാപരമായ ഉത്തരവാദിത്തം നിറവേറ്റാൻ ഈ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതും കള്ളപ്രചാരണങ്ങൾ നടത്തുന്നതും ഒരു പ്രതിപക്ഷത്തിന് താൽക്കാലിക ലാഭം നൽകിയേക്കാം. പക്ഷേ സത്യം അവസാനം പുറത്തുവരും. BJP സർക്കാർ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. വാങ്ചുക്കിന്റെ സമരത്തിന്റെ പേരിൽ മുതലെടുപ്പ് നടത്തുന്നവർക്ക് ജനങ്ങൾ മറുപടി നൽകും. സർക്കാരിന്റെ കരുതൽ ഓരോ പൗരനും അനുഭവപ്പെടുന്നുമുണ്ട്. ഈ കരുതലിനെ ചോദ്യം ചെയ്യാൻ രാഹുൽ ഗാന്ധിക്ക് യാതൊരു അർഹതയുമില്ല. സർക്കാർ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു. പ്രതിപക്ഷം അവരുടെ നുണപ്രചാരണം തുടരുന്നു. രാഷ്ട്രീയത്തിൽ വിമർശനങ്ങൾ സ്വാഭാവികമാണ്, പക്ഷേ അത് വസ്തുതാപരവും ക്രിയാത്മകവുമായിരിക്കണം. രാഹുൽ ഗാന്ധിയുടെ ഈ സമീപനം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പക്വതയില്ലായ്മയെ തന്നെയാണ് കാണിക്കുന്നത്. വാങ്ചുക്കിന്റെ സമരത്തെ ഒരു അവസരമായി കണ്ട് സർക്കാരിനെതിരെ ജനങ്ങളെ ഇളക്കിവിടാൻ ശ്രമിക്കുന്നത് ദൗർഭാഗ്യകരമാണ്. യഥാർത്ഥ രാഷ്ട്രീയ നേതാവ് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കുന്നവനാണ്, അല്ലാതെ പ്രശ്നങ്ങളെ വഷളാക്കാൻ ശ്രമിക്കുന്നവനല്ല. രാഹുൽ ഗാന്ധിയുടെ ഇപ്പോഴത്തെ നീക്കങ്ങൾ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലാണ് ഏൽപ്പിക്കുന്നത്. ഇനിയും എത്ര നാൾ ഇങ്ങനെയൊക്കെ തുടരുമെന്ന് രാഹുൽ തന്നെ ചിന്തിക്കണം. ജനങ്ങൾ മാറിക്കഴിഞ്ഞു. രാഹുൽ ഗാന്ധി ഇപ്പോഴും പഴയ രാഷ്ട്രീയത്തിൽ തന്നെ നിൽക്കുന്നു. പക്വതയില്ലാത്ത പെരുമാറ്റം അദ്ദേഹത്തെ രാഷ്ട്രീയമായി ഒറ്റപ്പെടുത്തുന്നു. ഒരു പ്രതിപക്ഷ നേതാവിന് വേണ്ടുന്നത് ഗൗരവവും ഉത്തരവാദിത്വമാണ്. അത് രാഹുൽ ഗാന്ധിയിൽ നിന്ന് നമ്മൾ കാണുന്നില്ല. അദ്ദേഹത്തിന്റെ ഓരോ നീക്കവും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി ഇരുളിലാക്കുകയാണ്. കോൺഗ്രസിന്റെ ചരിത്രം അക്രമത്തിന്റെയും അധികാരക്കൊതിയുടെയും കഥയാണ്. അടിയന്തരാവസ്ഥയുടെ കറുത്ത ദിനങ്ങളും 1984ലെ കലാപങ്ങളും കോൺഗ്രസിന്റെ അഹിംസയിലുള്ള വിശ്വാസം എത്രത്തോളമാണെന്ന് ലോകത്തിന് കാണിച്ചു തന്നിട്ടുള്ളതാണ്. ഇന്ന് സോനം വാങ്ചുക്കിന്റെ പേര് പറഞ്ഞ് BJP അക്രമകാരികളെന്ന് വിളിക്കാൻ രാഹുൽ ഗാന്ധിക്ക് എന്ത് ധാർമ്മിക അവകാശമാണുള്ളത്? സ്വന്തം ചരിത്രത്തിലെ അക്രമങ്ങൾ മറച്ചുപിടിച്ച് ജനാധിപത്യപരമായ മാർഗത്തിലൂടെ പ്രവർത്തിക്കുന്ന സർക്കാരിനെതിരെ അധിക്ഷേപങ്ങൾ ചൊരിയുന്നത് രാഹുലിന്റെ പക്വതയില്ലായ്മയാണ് കാണിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന യാത്രയെ തടസ്സപ്പെടുത്താൻ രാഹുലും സംഘവും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ജനങ്ങൾ വികസനത്തിനൊപ്പമാണ്. രാഹുൽ ഗാന്ധിയുടെ ഇല്ലാത്ത വിപ്ലവങ്ങളും വ്യാജ ആരോപണങ്ങളും ജനങ്ങൾ തള്ളിക്കളഞ്ഞു കഴിഞ്ഞു. വരും തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് നേരിടാൻ പോകുന്നത് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയമായിരിക്കും. എന്ത് കള്ളങ്ങൾ പ്രചരിപ്പിച്ചാലും സത്യം ജനങ്ങൾക്ക് മുന്നിലുണ്ട്. സോനം വാങ്ചുക് വിഷയത്തിലെ നിങ്ങളുടെ നാടകം ഇവിടെ അവസാനിക്കുന്നു രാഹുൽ. ഇനി ജനങ്ങൾ നിങ്ങളെ വിശ്വസിക്കാൻ തയ്യാറുമല്ല. കാരണം നിങ്ങൾ ഏത് നിമിഷവും സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി എന്ത് നാടകവും കളിക്കുമെന്ന് ജനങ്ങൾക്ക് ബോധ്യമായി കഴിഞ്ഞു. ഈ വാർത്തയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.